അപ്പോൾ നമുക്കിന്ന് 1 മണിക്കൂറാണ് ട്രേഡിംഗ് സെഷൻ ഉള്ളത്. ഇത് ട്രേഡ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈവ് ട്രേഡിംഗ് സെഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ലൈവ് മാർക്കറ്റിൽ അപ്ഡേഷൻസ് വരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. അപ്പം അത്തരം സംശയങ്ങളുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു 1 മണിക്കൂർ ലൈവ് ട്രേഡിംഗ് സെഷനിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഉത്തരം പറയാൻ ശ്രമിക്കാം. കൃത്യമായിട്ട് ഏതെങ്കിലും ട്രേഡിന് എൻട്രി ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കൂ. കാരണം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഇത് മൂന്നാമത്തെ മൂന്നാമത്തെ 4ാമത്തെ ദീപാവലിയാണ്. അപ്പം കഴിഞ്ഞ 3 വർഷത്തെ ദീപാവലിയിലും എനിക്ക് തോന്നുന്നു 2 വർഷം ലൈവ് ഉണ്ടായിരുന്നു നമ്മള്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റ് 2 സൈഡ് മൂവ്മെന്റ് തന്നിട്ടുണ്ട് കൃത്യമായിട്ട്. കഴിഞ്ഞ വർഷവും അതിന്റെ മുന്നത്തെ വർഷവും 2 സൈഡിലോട്ടും മൂവ്മെന്റ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു അരമണിക്കൂറ് മുകളിലോട്ടും പിന്നെയുള്ള ഒരു അരമണിക്കൂറ് താഴോട്ടുമാണ് കഴിഞ്ഞ 2 വർഷവും ദീപാവലിയുടെ മൊത്ത ട്രേഡിങ്ങില് ഇതുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് മൂവ്മെന്റ് കുറവായിരിക്കും. വലിയ നോർമൽ ഡേയ്സിലുള്ളത് പോലെയുള്ള വലിയ മൂവ്മെന്റ്സ് ഒന്നും കാണത്തില്ല. അപ്പം ഓപ്ഷൻസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കില് വലിയ ടാർഗറ്റിലോട്ട് ഇരിക്കരുത്. സ്കാൽപ്പ് ചെയ്തിട്ട് ഇറങ്ങാൻ നോക്കുക. ഇനി ഇപ്രാവശ്യത്തേന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ 2 പ്രാവശ്യം അങ്ങനെ വലിയ മൂവ്മെന്റ്സ് ഇല്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 50, 60 പോയിന്റിനുള്ളിലുള്ള ഒരു മൂവ്മെന്റ്സ് ആണ് കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം ഉണ്ടായിരുന്നത്. അപ്പം അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നും. വലിയ മൂവ്മെന്റ്സിലോട്ട് പോവാൻ നിൽക്കേണ്ട ആരും. പിന്നെ നമ്മള് ലൈവ് മാർക്കറ്റ് തുടങ്ങിയതിന് ശേഷം ഞാന് ഗ്രൂപ്പില് ചില ലൈൻസ് തരാറുണ്ട് ഇല്ലേ? പലരും ചോദിച്ചിട്ടുണ്ട് ആ ലൈൻസ് ഏതൊക്കെയാണെന്നുള്ളത്. മിക്കവാറും അത്തരം ലൈനുകൾ നമുക്ക് മാർക്കറ്റില് സപ്പോർട്ടായിട്ടോ റെസിസ്റ്റന്റ് ആയിട്ടോ ആക്ട് ചെയ്യാറുണ്ട്. കുറേ നാളായിട്ട് പലരും ചോദിക്കുന്നതാണ് അതേത് ലൈനാണ് എന്ന്. ഞാൻ അതിന് കൊടുക്കുന്ന ഉത്തരം ന്യൂട്ടൺസ് ലോ എന്നാണ്. അത് ഏത് ലൈനാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ ലൈവ് മാർക്കറ്റില് ആ ലൈൻ ഏതാണെന്ന് നിങ്ങൾക്കും വരയ്ക്കാൻ പറഞ്ഞു തരാം. അതെനിക്ക് തോന്നുന്നു ഒരു 80% നമുക്ക് വർക്ക് ചെയ്യുന്ന ലൈൻസ് ആണത്. അത് ഇന്നലത്തെ മാർക്കറ്റിൽ നമുക്ക് ആ ലൈനിൽ എത്തിയിട്ടില്ലായിരുന്നു. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതാണ് 25,960ഉം 26,008ഉം പിന്നെ താഴോട്ടുള്ളത് 25,734ഉം 25,687ഉം. ഇതായിരുന്നു നമുക്ക് ഇന്നലത്തെ മാർക്കറ്റിലുണ്ടായിരുന്ന ലൈൻസ്. പക്ഷേ ഈ ലൈനിലോട്ട് മാർക്കറ്റ് എത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ പ്രീവിയസ് ഡേയിലൊക്കെ ആ ലൈൻസിൽ മാർക്കറ്റ് എത്തിയപ്പോഴൊക്കെ നമുക്ക് സ്ട്രോങ് റിജക്ഷനോ സപ്പോർട്ടോ കിട്ടിയിട്ടുണ്ട്. അത് വളരെ സിമ്പിളാണ്. ഒരു 4, 5 മാസമായിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഒന്ന് ആ ലൈൻസ് ഞാൻ വരയ്ക്കുന്ന ലൈൻസൊക്കെ ഒന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞ് ഒന്ന് ഒരു അരമണിക്കൂർ സമയം ചെലവഴിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ലൈൻസ് ആയിരുന്നു. അത് ഞാനിന്ന് പറഞ്ഞുതരാം. അത്തരം ഈ ലൈന് എങ്ങനെയാണ് എടുക്കുന്നത്? നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമേ ഈ ലൈൻ കിട്ടത്തുള്ളൂ. പ്രീവിയസ് ഡേയിൽ ഇത് വരയ്ക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഡേയുടെ ചാർട്ടിൽ വരയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ പിവറ്റ്സ് ലൈൻ വരയ്ക്കുന്ന പോലെ തന്നെ തലേന്ന് വരച്ചിടാൻ പറ്റില്ല അടുത്ത ദിവസം. അതുകൊണ്ടാണ് പ്രീ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ലൈൻസ് വരാത്തത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ലൈൻസ് വരയ്ക്കുന്നത്. അപ്പോ നമുക്ക് പ്രീ മാർക്കറ്റ് ഓപ്പൺ ആയായിരുന്നോ? 901. 58 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്.
നാരോ CPR ആണെന്ന്. നമ്മൾ ചാർട്ട് വരയ്ക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമ്മുടെ വീഡിയോയിലുണ്ട്. നമ്മൾ ട്രേഡിംഗ് മീഡിയ ബൈ പാലാഴി എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റർ ഉണ്ട്. ആ ഇൻഡിക്കേറ്ററിൽ ഇട്ടിട്ടാണ് നമ്മൾ ചാർട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുന്നത്. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വരച്ചു തരാം. ഇത് CPR ആണ്. 3 റെഡ് ലൈൻ ബ്ലാക്ക് ലൈൻ വരുന്നത് CPR ആണ്. CPR ആണ് നമ്മുടെ ചാർട്ടിൽ ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്ന ലൈൻസ് CPR ആണ്. നാരോ CPR ആണ്. നാരോ CPR വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് ട്രെൻഡിങ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 25,847 തൊട്ട് 25,857 വരെയാണ് ഇന്നത്തെ CPR വരുന്നത്. നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു ലെവലാണ്. ഇവിടെ നമുക്ക് 2 ലെവൽസ് ഉണ്ട്. ഒന്ന് വന്നിട്ട് ക്യാമർ ലൈനും ഒന്ന് പിവറ്റ് ലൈനും ആണ്. നമ്മളിത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു. ഇവിടെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ നമുക്ക് ഒരു കൺഫർമേഷൻ കൂടെ ഉണ്ട്. 3 കൺഫർമേഷനാണ് ഈ ഒരു റെസിസ്റ്റൻസിന് വരുന്നത്. ഒന്ന് ക്യാമർ ലൈനും പിന്നെ പിവറ്റ് പോയിന്റിന്റെ ഫസ്റ്റ് റെസിസ്റ്റൻസും രണ്ടും അടുത്തടുത്ത ലൈനാണ് വരുന്നത്. ഇല്ലേ? ഈ ഒരു റെഡ് ലൈൻ എന്ന് പറയുന്നത് പിവറ്റ് പോയിന്റും ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് ക്യാമറയുടെ R4 ആണ്. റെസിസ്റ്റൻസ് 4 ആണ് വരുന്നത്. അപ്പം നമുക്ക് അവിടെ 2 കൺഫർമേഷൻ അടുത്തടുത്ത് ഉണ്ട്. പിന്നെ ഈ ലൈൻ ബാക്കിലോട്ട് നീട്ടി വരച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഡേയിൽ നമുക്ക് അവിടെ റെസിസ്റ്റൻസ് വന്നിട്ടുള്ള ഹൈ ആണ്. തിങ്കളാഴ്ചത്തെ ഹൈ ആണ് അവിടെയുള്ളത്. അപ്പം അവിടെ ഒരു റിജക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോയാൽ ഇവിടെ ഒരു റിജക്ഷനുള്ള സാധ്യതയുണ്ട്. ഇനി ഫസ്റ്റ് 5 മിനിറ്റിന്റെ ക്യാൻഡിൽ നമുക്ക് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത ടാർഗറ്റ് വരുന്നത് പിവറ്റ് പോയിന്റ് 2 ആണ്. ചിലപ്പം ഇതിനിടയ്ക്ക് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വേറെ ലെവൽസ് കൂടെ വരും. പിന്നെ ഇവിടെ ഉള്ളത് ക്യാമറയുടെ പോയിന്റ് ആണ്. ക്യാമറയുടെ പോയിന്റിൽ ചിലപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ആദ്യത്തെ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ഇവിടെ ഇതിനുള്ളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഗ്യാപ്പ് അപ്പ് ആണ് കിട്ടിയിരിക്കുന്നത്. 25,901 ഗ്യാപ്പ് അപ്പ് കിട്ടി. മാർക്കറ്റ് ഇതിനുള്ളിൽ എവിടെയെങ്കിലും ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ CPRന്റെ സ്ട്രാറ്റജി അനുസരിച്ച് നമുക്ക് മാർക്കറ്റിൽ ഫസ്റ്റ് സെഷൻ തന്നെ CPRലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും R1ന് താഴെ പിവറ്റ് ലൈനിൽ R1ന് താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് CPRലോട്ട് വരും. ഒരു 90% അത്തരത്തിൽ വരാറുണ്ട്. അപ്പം രാവിലെ തന്നെ ഈ കൈവറയ്ക്കുന്നവരുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് കൈവറയ്ക്കുന്നവരുണ്ട്. അവർക്കൊക്കെ പറ്റിയൊരു സ്ട്രാറ്റജിയാണ് R1 പിവറ്റ് പോയിന്റ് R1ന് താഴെ ആദ്യത്തെ 5 മിനിറ്റിന്റെ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഈ ഒരു ലെവലിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് CPRലോട്ട് ട്രേഡ് എടുക്കുക. CPR അല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആയിരിക്കും. അതായത് ക്ലോസ് ചെയ്തിരിക്കുന്ന തലേന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നതിന്റെ ടോപ്പിലോട്ട് നമുക്ക് ടാർഗറ്റ് വയ്ക്കാൻ പറ്റും. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഫസ്റ്റ് 5 മിനിറ്റ് നമ്മുടെ റെസിസ്റ്റൻസിന് മുകളിലാണ് കയറിയിട്ടുള്ളത്. ക്ലോസിംഗ് നോക്കണം. ആദ്യത്തെ 5 മിനിറ്റിന്റെ ക്ലോസിംഗ് നോക്കണം. നമുക്ക് ഈ ഒരു ലെവലിന് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ 20 ഓക്കെ. 25,908, 25,919 മുകളിൽ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്.
ക്ലോസിംഗ് ഇതിന് താഴെയാണെന്നുണ്ടെങ്കിൽ, പിവറ്റ് പോയിന്റ് താഴെയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും CPRലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരും. ഒരു 90% നമുക്ക് താഴോട്ട് പ്രതീക്ഷിക്കാം. ഇതിന് താഴെയാണ് 5 മിനിറ്റിന്റെ ക്ലോസിംഗ് വരുന്നതെങ്കിൽ. ഇനി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ലൈന്, ഏത് ലൈനാണ്? നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വരച്ചു തരുമെന്ന് പറഞ്ഞ ലൈനുണ്ടല്ലോ. ആ ലൈന് നമുക്ക് വരയ്ക്കാൻ സമയമായി. നമുക്കിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ്, പ്രീ മാർക്കറ്റല്ല, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ ലൈൻ വരയ്ക്കുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെല്ലാവരും ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ടാവും. പിവറ്റ് പോയിന്റിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും അല്ലേ? പിവറ്റ് പോയിന്റിന്റെ ഇൻഡിക്കേറ്ററാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേര് പിവറ്റ് പോയിന്റിന്റെ ഇൻഡിക്കേറ്റേഴ്സ് സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും വേണ്ടിയിട്ട് വരയ്ക്കാറുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് വരും. ഒരു ഈ സ്റ്റൈലിൽ പോയി ഇൻപുട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ട്രഡീഷണൽ ഉണ്ടാവും. ട്രഡീഷണലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പിവറ്റ് പോയിന്റിന് വേണ്ടിയിട്ട് ട്രഡീഷണൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ക്യാമറൽ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ മെയിനായിട്ട് 2 എണ്ണം ഉപയോഗിക്കുന്നത്, നമ്മുടെ ഇൻഡിക്കേറ്ററിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ക്യാമറൽ ഇടതും, പിന്നെ ഏതാണ്, പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ട്രഡീഷണലുമാണ്. ഇത് രണ്ടുമാണ് നമ്മൾ ക്ലബ് ചെയ്തിട്ട് സോണുകൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പുതിയ ഒരെണ്ണം കൂടെ പറഞ്ഞുതരാം. ഇതിനകത്തുള്ളത് തന്നെയാണ്, പക്ഷെ ആരും ശ്രദ്ധിക്കാത്തൊരു സാധനമാണ്. വുഡി എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൂടെ ഉണ്ട്, ഒരു ടൈപ്പ് കൂടെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പുതിയൊരു സപ്പോർട്ടും റെസിസ്റ്റൻസും കൂടെ കിട്ടും. അതാണ് നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ ഏതായിട്ട് തരുന്നത്, നിങ്ങൾക്ക് പുതിയ സപ്പോർട്ടും റെസിസ്റ്റൻസുമായിട്ട് തരുന്നത്. ഇന്ന് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന ലെവൽസ് എന്ന് പറയുന്നത് 25,970 25,879 ആണ്. ഇന്നത്തെ മാർക്കറ്റിൽ ഈ 2 ലെവൽസും സപ്പോർട്ടായിട്ടോ റെസിസ്റ്റൻസ് ആയിട്ടോ ആക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്ന ന്യൂട്ടൺസ് ലോ. അതൊക്കെ തെറ്റാണ്. ഇതാണ് 2 ലെവൽസ് എന്ന് പറയുന്നത്. ഈ ലെവൽസ് എപ്പോഴും നമുക്ക് മാർക്കറ്റിൽ ഒരു 80% വർക്ക് ചെയ്യാറുണ്ട്. വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എത്തുന്ന സമയത്ത് ഇപ്പം 25,970 മാർക്കറ്റ് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് കൂടെ ഉണ്ട് അല്ലേ? ഏതാണ്? നമ്മുടെ ക്യാമറയുടെയും ഇതും കൂടെ വരുന്ന, പിവറ്റും കൂടെ വരുന്ന റെസിസ്റ്റൻസ് ലൈനുണ്ട്. ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടാം. 25,970 എത്തപ്പോഴത്തേക്കും താഴോട്ട് എൻട്രി എടുക്കാം. ഒരു 80% നിങ്ങൾക്ക് അവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ ആയിരിക്കും വരുന്നത്. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 25,970 മുകളിൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ എക്സിറ്റ് ആകാം. അതിനർത്ഥം മാർക്കറ്റ് അടുത്ത റെസിസ്റ്റൻസിലോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 5 മിനിറ്റിന്റെ ക്യാൻഡിൽ നമുക്കിതാ നമ്മുടെ റെസിസ്റ്റൻസിന് താഴെയാണ് ക്ലോസിംഗ് വരുന്നത്. റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു ലെവലായിരുന്നു. 25,917 ഈ റെഡ് ലൈനാണ് പിവറ്റ് പോയിന്റ് 1 വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും മാർക്കറ്റ് അടുത്തൊരു സപ്പോർട്ടിനോട്ട് ഇറങ്ങി വരാൻ സാധ്യത ഉള്ളതെന്ന് പറയുന്നത് 25,878 25,878 മാർക്കറ്റ് ഇറങ്ങി വരാൻ 80% സാധ്യതയുണ്ട്. ഈ ക്യാൻഡിലിന്റെ ക്ലോസിംഗ് കൂടെ നോക്കാം. ഈ ക്യാൻഡിലിന്റെ ക്ലോസിംഗ് മിക്കവാറും ഒരു റെഡ് ആയിരിക്കും. ഇവിടെ നിന്ന് താഴോട്ട് എൻട്രി എടുക്കുന്നവർക്ക് 25,919 മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് താഴോട്ട് എൻട്രി നോക്കാം. ഇറങ്ങി വരുന്നത് കണ്ടോ? ഇത് നമുക്കിന്ന് പ്രൈസ് ആക്ഷൻ അനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇത് കിട്ടത്തില്ല. കാരണം 1 അവർ മാർക്കറ്റേ ഉള്ളൂ. അപ്പം ഇതിനിടയ്ക്ക് കൃത്യമായിട്ട് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലൊരു ഹയർ ഹൈയോ ഹയർ ലോ ഫോർമേഷനിലോ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റത്തില്ല.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കാൽപ്പ് ചെയ്തിട്ട് ഇറങ്ങാൻ നോക്കുക. ഇന്നത്തെ ദിവസം ആരും നഷ്ടമുണ്ടാക്കി വയ്ക്കരുത്. അത് ദീപാവലിയുമായിട്ട് നിങ്ങൾക്കും നാണക്കേടാണ്. ലൈവ് മാർക്കറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്കും നാണക്കേടാണ്. ഓക്കെ. കണ്ടോ രണ്ടാമത്തെ ക്യാൻഡില് നമ്മുടെ ടാർഗറ്റിലോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്. 25,878 ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റാണ്. ഏകദേശം എത്ര പോയിന്റ് ഇറങ്ങി വന്നു? 25 പോയിന്റോളം ഇറങ്ങി വന്നിട്ടുണ്ട്. 900ന്ന് 78ലോട്ട് 30 പോയിന്റോളം താഴോട്ട് ഇറങ്ങി വന്നു. ഇതിന്റെ CPR അനുസരിച്ചുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്ക് CPR വരേക്കും മാർക്കറ്റ് വരണം. CPR വരേക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഒരു 80%. നമ്മൾ സ്ട്രീമിന്റെ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ. ഇനി അടുത്ത് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് 25,878 ആണ്. ഈ ലെവൽസ് താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൽ താഴോട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CPR വരേക്കും ഇറങ്ങി വരും. ഇടയ്ക്ക് എൻ്റെ സൗണ്ട് വിട്ടുപോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതുകൂടെ താഴെ ഇട്ടേക്കുക. ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വെച്ച് ബുക്ക് ചെയ്യുക. 25,878 വരുന്ന ക്യാൻഡിൽ നമുക്ക് നോക്കിയിട്ടാണ് അടുത്ത എൻട്രി നോക്കുന്നത്. ചിലപ്പം മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് പോകും. കാരണം ഇത് ഒരു സ്ട്രോങ് സപ്പോർട്ടായിരിക്കും 25,878. വൺ മിനിറ്റ് ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിമാൻഡ് സോൺ വന്നിട്ടുണ്ട്. ഡിമാൻഡ് സോൺ വന്നിരിക്കുന്നത് എവിടെയാണ്? ഡിമാൻഡ് സോൺ വന്നിരിക്കുന്നത് നമ്മുടെ സപ്പോർട്ടിലുമാണ്. ഡിമാൻഡ് സോൺ കണ്ടോ, ഇതാണ് നമ്മുടെ സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്നത്. 25,878. അവിടെ നിന്നാണ് കൃത്യമായിട്ട് പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിന്റെ ഡിമാൻഡ് സോൺ വന്നു. അപ്പോൾ മാർക്കറ്റ് അവിടെ നിന്നൊരു റിവേഴ്സിന് സാധ്യതയുണ്ട്. കാരണം കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു സപ്പോർട്ടും 1 മിനിറ്റിന്റെ ഡിമാൻഡ് സോണും വന്നിട്ടുണ്ട്. അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 25,969 വരേക്കും പോകും. കാരണം ഇത് ഓൾറെഡി ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഗ്യാപ്പ് അപ്പിൽ ഈ ഒരു സോണ് മുകളിലോട്ട് കയറി ഇത് ബ്രേക്ക് ആയിട്ടാണ് താഴോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം തിരിച്ചു പോകുന്ന സമയത്ത് ഇത് എപ്പോഴും ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ സ്ട്രോങ് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടാണ് താഴോട്ട് വരുന്നതെങ്കിൽ അത് അടുത്ത പ്രാവശ്യം അങ്ങോട്ട് കയറുമ്പോഴത്തേക്കും നമ്മൾ പ്രൈസ് ആക്ഷൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ പ്രൈസ് ആക്ഷനിൽ പഠിച്ചിട്ടുള്ളതുപോലെ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്ന് കമന്റ് ചെയ്യാവോ? ഓക്കെ. അപ്പോൾ ഇത് തിരിച്ചു കയറുന്ന സമയത്ത് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് വരുന്നത് 970 ആണ്. ഇവിടുന്ന് എൻട്രി എടുത്തിട്ടുള്ളവർക്ക് 25,878 താഴോട്ട് ഇതിട്ടേക്കാം, സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കാം. ഈ സോൺ എപ്പോഴെങ്കിലും താഴോട്ട് PS ആവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എക്സിറ്റ് ആവുക.
നമുക്ക് ഈ ഒരു 1 മിനിറ്റും പിന്നെ 25,878 രണ്ടും സപ്പോർട്ടാണ്. ഇതിപ്പം മുകളിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്കവിടെ വീണ്ടും ഒരു 1 മിനിറ്റില് ഇവിടെ ഒരു ഡിമാൻഡ് സോൺ കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഡിമാൻഡ് ഉണ്ട് ഇവിടെ. താഴോട്ട് മാർക്കറ്റ് പോയാലും നമുക്ക് വലിയ പൊട്ടലിലോട്ട് പോവാൻ സാധ്യത കുറവാണ്. 25,878 താഴോട്ട് ചിലപ്പം പോവാൻ സാധ്യത കുറവാണ്. ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ കൂടെ നോക്കുക. സോറി. $25,900 ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് റെസിസ്റ്റൻസ് ആണ്. $25,900 റെസിസ്റ്റൻസ് ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് വരുന്നത് 26,000-ലാണ്. 26,000-ലാണ് 1.17 CR കോൾ റേറ്റിംഗ് ഉള്ളത്. സപ്പോർട്ട് പോകാൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെയാണ് 25,500-ലാണ്. നമുക്ക് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഇപ്പോൾ ഉള്ളത് 25,900. പിന്നെ അത് കഴിഞ്ഞാൽ സോറി 25,900-ഉം പിന്നെ 26,000 ആണ് ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് ഉള്ളത്. ഇവിടെ മാർക്കറ്റ് താഴോട്ടാണ്. ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഈ 1 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ ഇപ്പം ലോവർ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റിന്റെ ലോവർ ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ ഈ ഒരു ലോ ഫസ്റ്റ് 5 മിനിറ്റിന്റെ ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, അടുത്ത് ലോവർ ലോ വന്നിട്ടുണ്ട്. ലോവർ ലോ വന്നിട്ട് ഇവിടെ ഒരു ഹയർ ഹൈ വന്നിട്ടില്ല, ലോവർ ഹൈ ആണ് വന്നിരിക്കുന്നത്. അതായത് ഇതിന് താഴെ ഹയർ ഹൈ ആണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത് ഇതിന് താഴോട്ടൊരു ലോവർ ലോ വരികയാണെങ്കിൽ മാത്രമേ ഇതിന് താഴെ ലോവർ ലോ വരികയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് താഴോട്ട് പോകാൻ സാധ്യതയുള്ളൂ. ലോവർ ലോ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിമാൻഡ് സോണും 25,878 ബ്രേക്കൗട്ട് കിട്ടി താഴോട്ട് ലോവർ ലോ ക്രിയേറ്റ് ചെയ്താലേ മാർക്കറ്റിന്റെ ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആവത്തുള്ളൂ. നമുക്ക് അടുത്ത് വരുന്ന ഹൈ ഇതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ 25,909 മുകളിലൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ ഹയർ ഹൈ ഫോർമേഷൻ വരും. അല്ല ഇതിന് താഴെയാണ് വരുന്നതെങ്കിൽ അവിടെ ലോവർ ലോ ഫോർമേഷൻ വരും. മാർക്കറ്റ് താഴോട്ട് പോകും. മുകളിലോട്ടാണ് ഹൈ വരുന്നതെങ്കിൽ 25,908 മുകളിലാണ് ഹൈ വരുന്നതെങ്കിൽ ഹയർ ഹൈ വരും. മാർക്കറ്റ് മുകളിലോട്ട് പോകും. അപ്പം മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 25,909 മുകളിൽ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റിൽ ഹയർ ഹൈ വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് 25,960 70 വരയ്ക്കും കയറി പോകും. താഴോട്ടാണെന്നുണ്ടെങ്കിൽ 25,832 അതായത് നമ്മുടെ CPR ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. CPR വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരും 25,878 താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഈ ഒരു ലെവൽസ് നോക്കുക 25,878 878 26 സൗണ്ട് ഇല്ലേ ഷാജി ചേട്ടാ? സൗണ്ട് ഇല്ലേ? കൃത്യമായിട്ട് 1 മിനിറ്റിന്റെ ഡിമാൻഡ് സോണിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഇത് ബ്രേക്ക് ചെയ്ത് ഡിമാൻഡ് സോൺ താഴോട്ട്
ഡിമാൻഡ് സോൺ താഴോട്ട് പിഎസ്ഡ് ആവുകയാണെങ്കിൽ മാത്രമേ താഴോട്ട് പോകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറും. തിരിച്ചു കയറുമ്പോഴത്തേക്കും ഇത് നമുക്ക് സപ്ലൈ സോൺ ആയിരിക്കും. ഓക്കെ. 26 അടിക്കുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം 26,000 അടിക്കാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് ആ ഡിമാൻഡ് സോണില് 1 മിനിറ്റ് പ്രൈസ് ആക്ഷൻ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ നിന്നൊരു ഡോജി ക്യാൻഡിൽ മുകളിലോട്ട് മാർക്കറ്റ് അവിടെ നിന്നൊരു ബൈയിങ് പ്രഷറാണ്. കണ്ടോ? ഈ ഒരു ക്യാൻഡിൽ കണ്ടോ? ഈ ഒരു 1 മിനിറ്റിന്റെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഹാമറാണ്. താഴെ നിന്ന് ബൈയിങ് പ്രഷർ കൃത്യമായിട്ട് 1 മിനിറ്റിന്റെ ഡിമാൻഡ് സോണിൽ നിന്ന് അതുപോലെ തന്നെ 25,878 നമ്മൾ ഇന്ന് പഠിപ്പിച്ച ആ ഒരു സപ്പോർട്ടിൽ നിന്നാണ് മാർക്കറ്റ് 1 മിനിറ്റിൽ ഒരു ഹാമർ ക്രിയേറ്റ് ചെയ്ത് ബൈയിങ് പ്രഷർ വന്നിട്ടുള്ളത്. അപ്പോൾ താഴോട്ട് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈക്വൽ ലോ ആണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ പ്രൈസ് ആക്ഷനിൽ നമ്മുടെ ട്രെൻഡ് മാറുന്നപ്പോഴാണ് അവിടെ ഒരു ബെൻഡ് വരുമ്പോഴാണ്. ഈ ലോ വന്നു. ഇവിടെ ഈ ഒരു ലോ വന്നു അല്ലേ? അതിൻ്റെ താഴെ ഇവിടെ ഒരു ലോ വന്നു. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ലോ എന്ന് പറയുന്നത് ഇവിടെയാണ് അടുത്തൊരു ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലോവർ ടൈം ഫ്രെയിമിലാണ് നമുക്കിവിടെ ഒരു ബെൻഡ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പം ട്രെൻഡ് എന്ന് പറയുന്നത് ലോവർ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ എപ്പോഴും ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് അവിടുത്തെ ട്രെൻഡ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ ട്രേഡ് എടുത്തിട്ട് 5 മിനിറ്റിലോ 15 മിനിറ്റിലോ നോക്കിയിരിക്കരുത്. 15 മിനിറ്റിൽ പ്രൈസ് ആക്ഷൻ നോക്കാൻ നമുക്ക് ലോങ് ടൈം വ്യൂ നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷേ എൻട്രി എടുത്തു കഴിഞ്ഞാൽ 1 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിൽ പ്രത്യേകിച്ച് 5 ഇയേഴ്സിൽ നമുക്ക് 30 സെക്കൻഡ് വരെ കിട്ടുന്നുണ്ട്. 30 സെക്കൻഡിൽ പോയിട്ട് നമുക്ക് ഏറ്റവും ചെറിയ ലോവർ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് മാറുന്നത് മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോസ് കുറച്ചിട്ട് നമുക്ക് എക്സിറ്റ് ആകാൻ പറ്റും. $25,900 ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് ഉള്ളത്. മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് 894 ഞാൻ എൻ്റെ എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യാത്തത് കൊണ്ട് ഇതിൻ്റെ മൂവ്മെന്റ് അറിയില്ല, മുകളിലോട്ടാണോ താഴോട്ടാണോ പോകുന്നതെന്ന്. പക്ഷേ ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇപ്പോഴും റെസിസ്റ്റൻസ് തന്നെയാണ് 25,900. 25,900 മുകളിലോട്ട് ബ്രേക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ 26,000 ആണ് നമുക്ക് അടുത്ത് 26,000 ആണ് അടുത്ത് റെസിസ്റ്റൻസ് വരുന്നത്. പക്ഷേ 26,000 വരെ ഇന്ന് കയറി പോകാൻ സാധ്യത വളരെ കുറവാണ്. മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാലും 26 വരേക്കും മാർക്കറ്റ് ഇന്ന് എന്തായാലും 26 പോകത്തില്ല, അത് ഉറപ്പാണ്. കൺസോൾട്ടേഷൻ ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിലുള്ള ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് കൺസോൾട്ടേഷൻ ആണ്. കൺസോൾട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ നേർത്ത ലൈൻ ആയിരിക്കില്ല. ഒരു 50 to 100 പോയിന്റിനുള്ളിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരിക്കും. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുഹൂർത്ത ട്രേഡിങ്ങിന് വന്നിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിപ്പോൾ 25,878 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്താലും ഒരു 25,969 ഇന്നത്തെ ഹൈ ബ്രേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,934 അതായത് ഈ ഒരു ലൈൻ 25,919 908 കൃത്യമായിട്ട് റിജക്ഷൻ വന്നിരിക്കുന്നത് ഇന്നലത്തെ ഹൈയിലാണ് റിജക്ഷൻ വന്നിരിക്കുന്നത്. അപ്പം ഇത് ബ്രേക്ക് ഔട്ട്
919, 908 എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബ്രേക്കൗട്ടിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മാർക്കറ്റ് എനിക്ക് തോന്നുന്നില്ല ഇത് ബ്രേക്കൗട്ട് കിട്ടിയാലും 26 വരെ പോകുമെന്ന് തോന്നുന്നില്ല. 26,000ത്തിന് താഴെ തന്നെ ഒരു റിജക്ഷനുള്ള സാധ്യതയുണ്ട്. 25,970, 980 ഒരു റിജക്ഷൻ വരും മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാലും. മാർക്കറ്റ് ഈ ഒരു സപ്ലൈ സോണിനും ഡിമാൻഡ് സോണിനും ഇടയ്ക്കാണ് ഇപ്പോൾ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒരു ബ്രേക്കൗട്ട് കിട്ടണം. ഒന്നുകിൽ ഇതിന് മുകളിൽ 25,907ന് മുകളിൽ ഹൈ ക്രിയേറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ 25,878ന് താഴെ 878 അല്ല 873ന് താഴെ ലോ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ വന്നാലേ നമുക്കൊരു കൃത്യമായിട്ടൊരു ഡയറക്ഷൻ കിട്ടത്തുള്ളൂ. ആരെങ്കിലും ഇവിടുന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നോ താഴോട്ട്? ഈ ഒരു ലെവലിൽ നിന്ന് താഴോട്ട് എൻട്രി എടുത്തിട്ടുള്ളവരുണ്ടായിരുന്നോ? ഫുള്ള് വിക്കായിട്ടുള്ള ക്യാൻഡിലുകളാണ്. ഈ രണ്ടാമത്തെ 5 മിനിറ്റിലും ബൈയിങ് പ്രഷർ വന്നു. ഈ നാലാമത്തെ 5 മിനിറ്റിന്റെ ക്യാൻഡിലും ബൈയിങ് പ്രഷറുണ്ട്. താഴോട്ട് വന്നിട്ടുള്ള എല്ലാ ക്യാൻഡിലും സ്ട്രോങ് വിക്കുണ്ട്. ഫസ്റ്റ് ആദ്യത്തെ 5 മിനിറ്റിന്റെ കൺസോൾട്ടേഷൻ കഴിഞ്ഞാൽ പിന്നെ വന്നിട്ടുള്ള ക്യാൻഡിലുകളെല്ലാം ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് 25,878 സപ്പോർട്ട് ലെവലിൽ നിന്ന് വിക്ക് വന്നൊരു ബൈയിങ് പ്രഷർ വന്നിട്ടുണ്ട്. എല്ലാം ഹാമർ ക്യാൻഡിലുകളാണ്. രണ്ടിടത്തും താഴോട്ടും മുകളിലോട്ടും ബൈയിങ് പ്രഷറും ഉണ്ട്, സെല്ലിംഗ് പ്രഷറും ഉണ്ട്. സെല്ലിംഗ് പ്രഷർ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ബൈയിങ് പ്രഷർ ഉണ്ടായിട്ട് മാർക്കറ്റിനെ കൺസോളിഡേറ്റ് ചെയ്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ഒറ്റ ലെവലിൽ മാർക്കറ്റിനെ 25,900 മാർക്കറ്റിനെ നിർത്തിയിരിക്കുന്നത്. രണ്ടിടത്തോട്ടും ബൈയിങ് പ്രഷറും സെല്ലിംഗ് പ്രഷറും ഉണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ എൻട്രി എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് നമുക്കൊരു എൻട്രി ഇല്ല. കാരണം ഈ ലോവർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു ട്രെൻഡ് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് ഈ താഴത്തെ ഈ ഒരു ബെൻഡ് മാർക്കറ്റ് ഒരു റിവേഴ്സ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഓൾറെഡി ഒരു റിവേഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ റിവേഴ്സ് ആയെങ്കിലും ഇമ്മീഡിയറ്റ് മുകളിലോട്ട് നമുക്കടുത്ത് ഹൈ വന്നിട്ടില്ല. ഒരു കൺഫർമേഷൻ വരണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ 1 മിനിറ്റിന്റെ സപ്ലൈ സോൺ ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒരു എൻട്രി എന്ന് പറയുന്നത് പോസിബിലിറ്റീസ് ഇല്ല ഇവിടെ ഒരു എൻട്രിക്ക്. കാരണം ചെറിയൊരു റേഞ്ചാണ്. ചെറിയൊരു റേഞ്ചിനകത്ത് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് മാർക്കറ്റ് എഫക്റ്റ് ഉണ്ടാവും. വലിയ പ്രോഫിറ്റ് ഉണ്ടാകത്തുമില്ല.
25,900 ഇപ്പോഴും കോൾ റേറ്റിംഗ് സ്ട്രോങ് തന്നെയാണ്. ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കില് ഈക്വൽ ആണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കില് 13.46 കോൾ റേറ്റിംഗും 13.48 പുട്ട് റേറ്റിംഗും ഈക്വൽ ആണ് രണ്ടും. അതാണ് മാർക്കറ്റിനെ ഒരു കൺസോൾട്ടേഷനിൽ നിർത്തിയിരിക്കുന്നത്. എങ്ങോട്ടെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അങ്ങോട്ടൊരു മൂവ്മെന്റിനുള്ള സാധ്യത ഉണ്ട് മാർക്കറ്റില്. പക്ഷേ നിലവില് 25,900 റെസിസ്റ്റൻസ് ആണ്. കുറച്ച് നേരത്തെ നമ്മള് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയ സമയത്ത് ഇവിടെ കോൾ റേറ്റിംഗ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ടോട്ടൽ OAയിൽ കോൾ റേറ്റിംഗ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഇപ്പം അത് ഏകദേശം ഈക്വൽ ആയിട്ടുണ്ട്. അപ്പം അവിടെ പുട്ട് റൈറ്റേഴ്സ് കൂടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് 1 മിനിറ്റില് ഡിമാൻഡ് സോൺ ആണ്. പക്ഷെ ഈ ഒരു ഡിമാൻഡ് സോൺ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ക്യാൻഡിലുകളൊക്കെ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ക്യാൻഡിൽ എന്ന് പറയുന്നത് അതില് ഒന്നും റീഡ് ചെയ്യാൻ പറ്റാത്ത ക്യാൻഡിലുകളാണ്. ഇല്ല, ഇവിടുന്ന് ബൈയിങ് പ്രഷർ വന്നതിന് ശേഷം എല്ലാം മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു പ്രൈസ് ആക്ഷൻ ഈ ക്യാൻഡിലുകളിലില്ല. കാരണം 2 സൈഡിലും വിക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സോണ് പിയേഴ്സ്ഡ് ആയാൽ മാത്രമേ നമുക്ക് മുകളിലോട്ടൊരു എൻട്രി ഉണ്ടാകത്തുള്ളൂ. ഇനി താഴെ വെച്ച് ഈ ഒരു സോണിൽ നിന്ന് എൻട്രി എടുത്തിട്ടുള്ളവര് 25,879 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചേക്കാം. മാർക്കറ്റിന്റെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ 15 മിനിറ്റ് കൊണ്ട് തന്നെ മാർക്കറ്റിൽ 10 മിനിറ്റിൽ തന്നെ മാർക്കറ്റിൽ വലിയ ക്യാൻഡിലുകളൊന്നൊരു മൂവ്മെന്റ് കഴിഞ്ഞു. ഇനി ചിലപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് വരെയും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഓപ്ഷൻസ് ചെയ്യുന്നവർക്ക് വലിയ ഡീകെ വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. ബോറടിക്കുന്നുണ്ടോ ഇന്നത്തെ മാർക്കറ്റിൽ? മാർക്കറ്റ് ഇങ്ങനത്തെ മൂവ്മെന്റ് വരുമ്പോഴത്തേക്കും ഭയങ്കര ബോറടിയായിരിക്കും, പ്രത്യേകിച്ച് എൻട്രി എടുത്തിട്ടിരിക്കുന്നവർക്ക്. 25,900 ബൈയിങ് പ്രഷർ വരുന്നുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവിടെ ഒരു മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ 900 ഡൗൺ ആകുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു ടാർഗറ്റിലോട്ട് മാർക്കറ്റ് എത്താൻ സാധ്യതയുണ്ട്. 25,980 ഇന്നത്തെ ഹൈ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ.
അബ്ദുൾ സമദ് സൗണ്ട് ഇല്ലെന്നാണോ? ഓക്കെ. അല്ല ബ്ലൂ സിംബൽ ഇട്ടപ്പോ എനിക്ക് ആ ഒരു സ്പീക്കറിന്റെ ഇതുപോലെ തോന്നി. അതാ ചോദിച്ചത്. ഇത് ലിക്വിഡിറ്റി കുറവായതുകൊണ്ടാണ് മാർക്കറ്റിൽ മൂവ്മെന്റ് ഇല്ലാത്തത്. കാരണം ഇന്ന് 1 അവർ ട്രേഡിംഗ് ആയതുകൊണ്ട് തന്നെ ഈ പ്രോ ട്രേഡർമാര്, എഫ്ഐസ് ഒക്കെ അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻസ് ഇന്ന് കുറവായിരിക്കും. അതുകൊണ്ടാണ് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഇല്ലാത്തത്. നമുക്ക് ഈ 1 അവർ വരുന്ന സമയത്ത് ഇപ്പൊ ദീപാവലിക്കൊക്കെ നോർമലി കഴിഞ്ഞ വർഷത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റ് മൂവ്മെന്റ് വരുന്നത്. കാരണം അതിൽ പാർട്ടിസിപ്പേഷൻസ് കുറവായതുകൊണ്ട് ലിക്വിഡിറ്റി കുറവായിരിക്കും. ഇന്നത്തെ എഫ്ഐസിന്റെയും ഡിഐസിന്റെയും ഡേറ്റ വരുമ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ കുറവായിരിക്കും. നോർമലി ഉള്ളതിനേക്കാളും വളരെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കാണത്തുള്ളൂ. ഈ ഒരു സപ്ലൈ സോണ് പിഎസ്ഡ് ആയിട്ടില്ല. ഇതിന്റെ ബോട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പിൽ നിന്നാണ് റിജക്ഷൻ വന്നിട്ടുള്ളത്. പിഎസ്ഡ് ആയിട്ടാണ് താഴെ വന്നതെങ്കിൽ ഇതടുത്ത് വയലേറ്റഡ് ആയിട്ട് ബ്രേക്ക് ആവാൻ സാധ്യത ഉണ്ടായിരുന്നു. അടുത്ത ക്യാൻഡിലൂടെ നോക്കാം. മൂവ്മെന്റ് ഇല്ലാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ലിക്വിഡിറ്റി ഇല്ലാത്തതാണ് കാരണം. പാർട്ടിസിപ്പേഷൻസ് കുറവാണ് മാർക്കറ്റിൽ. ഫൈവ് മിനിറ്റിന്റെ ക്യാൻഡിലുകൾ നോക്കുമ്പോൾ തന്നെ അറിയാം, അവിടെ ഫുൾ എല്ലാ ക്യാൻഡിലുകളും ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. എൻട്രി എടുക്കാൻ പറ്റിയ ഒറ്റ ക്യാൻഡിലും ഇല്ല. ഈ ക്യാൻഡിൽ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,878 നമുക്ക് സ്ട്രോങ് ബൈയിങ് പ്രഷർ വന്നു. ഈ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് സെല്ലിംഗ് പ്രഷർ താഴോട്ട് വന്നു. ഫുള്ള് ഒരു ബൈയിങ് പ്രഷറും സെല്ലിംഗ് പ്രഷറും കൊണ്ട് ഇവിടെ നിർത്തിയിരിക്കുന്നതാണ് ഈ ഒരു സോണിനുള്ളിൽ. ഈ രണ്ട് സോൺ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് പിവറ്റ് പോയിന്റ് വെച്ചിട്ടുള്ള സോൺസ് ആണ്. താഴെ 25,878, മുകളിൽ 919 തൊട്ട് ഇന്നലത്തെ ആ ഒരു സെല്ലിംഗ് പ്രഷർ വന്ന ഏരിയ ആണ് ഈ രണ്ട് ഏരിയ. അവിടെ നിന്നാണ് വീണ്ടും സെല്ലിംഗ് പ്രഷറും താഴോട്ട് വരുന്നത്. അജിത്ത്, ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഡേറ്റ എങ്ങനെ റീഡ് ചെയ്യണമെന്ന് നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് റീഡ് ചെയ്യുന്നതെന്ന്. അത് കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മളിപ്പം 5 ഇയേഴ്സിന്റെ നമുക്കിപ്പം ബ്രോക്കേഴ്സ് തരുന്ന ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഡേറ്റയുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഡേറ്റ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ കാണിക്കും. ഇങ്ങനെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഡേറ്റ കാണിക്കുന്നത്.
അപ്പോ ഇതിലിപ്പോ നമ്മള് നോക്കുമ്പോ 25,900 ഈ ഗ്രീൻ കാൻഡിൽ എന്ന് പറയുന്നത് കോൾ റേറ്റേഴ്സ് ആണ്. 25,900ന്റെ കോൾ റേറ്റിംഗ് ആണ് കൂടുതല്. നമ്മളെപ്പോഴും ഇത് ഈ സെല്ലേഴ്സിന്റെ ഭാഗത്ത് നിന്നിട്ട് വേണം ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ചാർട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെല്ലേഴ്സ് ആണ്. നമ്മള് ബയേഴ്സ് ആണ്. പക്ഷേ സെല്ലേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വേണം നമ്മള് ഈ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ചാർട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ അവരെന്ന് പറയുന്നത് ഈ സെല്ലേഴ്സ് എന്താ ചെയ്യാ? സെല്ലേഴ്സ് ഇപ്പം 25,900ല് കോള് സെല്ല് ചെയ്തിരിക്കുകയാണ്. കോള് സെല്ല് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാലാണ് പ്രോഫിറ്റ്. മുകളിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നഷ്ടമാണ്. അപ്പൊ 25,900ല് സെല്ലേഴ്സ് ആണ് കൂടുതല്. കോൾ സെല്ലേഴ്സ് ആണ് കൂടുതല്. അതുകൊണ്ടാണ് 25,900ത്തിന് മുകളിലോട്ട് മാർക്കറ്റിനെ വിടാത്തത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം 25,900ത്തിലാണ് ഫുള്ള് നമുക്കൊരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടുള്ളത്. അപ്പോ ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് 25,900ത്തില് ഗ്രീൻ എന്ന് പറയുന്നത് 25,900ത്തില് സ്ട്രോങ് കോൾ റേറ്റേഴ്സ് ആണുള്ളത്. നേരെ മറിച്ച് താഴോട്ട് വരാണെന്നുണ്ടെങ്കിൽ 25,800ല് പുട്ട് റേറ്റേഴ്സ് കൂടുതലാണ്. ഇതിപ്പോ നമ്മള് ഇപ്പൊ നോക്കി. ഇത് നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് നോക്കുകയാണ്. ഇപ്പൊ നമ്മളിത് വന്ന് നോക്കുമ്പോ ചിലപ്പോ ഈ ഗ്രീൻ കാൻഡിൽ താഴോട്ട് പോവാം, റെഡ് കാൻഡിൽ മുകളിലോട്ട് വരാം. നമുക്ക് അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇതില് നമുക്ക് വെറും ഈ ഒരു കാൻഡിൽ മാത്രമാണ് കാണുന്നത്. ഇതിന് മുന്നേ എന്ത് സംഭവിച്ചു എന്നൊന്നും നമുക്കറിയത്തില്ല. ഇപ്പോ കോൾ റേറ്റേഴ്സ് കൂടുകയാണോ, കുറയുകയാണോ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മള് എക്സൽ ഷീറ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. എക്സൽ ഷീറ്റിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് എക്സൽ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. എക്സൽ ഷീറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതില് ഇന്നലത്തെ ഡേറ്റയാണുള്ളത് ഈ എക്സൽ ഷീറ്റിനകത്ത്. ഇതിനകത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസ് ആണ്. ഇതിനകത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോളിയത്തിന്റെ ചേഞ്ചസ് അറിയാൻ പറ്റും. ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസിന്റെ ഇത് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതില് 3 മിനിറ്റിലാണ് അപ്ഡേഷൻസ് നമുക്ക് നിഫ്റ്റി തരുന്നത്. ഇതില് പോയി കഴിഞ്ഞാല് നമുക്കറിയാൻ പറ്റും. ഇപ്പം ഈ ഡിഫറൻസ് ഇത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? 25 ഈ ഗ്രീൻ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഡിഫറൻസ് ആണ്. അതായത് ഓരോ 3 മിനിറ്റ് കൂടുമ്പോഴും നമുക്കിതില് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോ ഈ മൈനസ് നമ്മളിപ്പം ഇപ്പൊ മാർക്കറ്റിൽ വന്നിട്ട് നോക്കുകയാണ്. ഒരു അരമണിക്കൂറായിട്ട് ഇതിലെന്താ സംഭവിക്കുന്നത് നമ്മള് നോക്കുകയാണ്. അപ്പൊ നമുക്കറിയാൻ പറ്റും ഇതില് കോൾ റേറ്റേഴ്സ് കൂടി വരികയാണോ അതോ പുട്ട് റേറ്റേഴ്സ് കൂടി വരികയാണോ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫിഗർ വെച്ചിട്ടുള്ള ഈ ഒരു എക്സൽ ഷീറ്റ് റെഡിയാക്കി കൃത്യമായിട്ട് നമുക്ക് കഴിഞ്ഞ അരമണിക്കൂറുള്ള കോൾ റേറ്റേഴ്സിന്റെയും പുട്ട് റേറ്റേഴ്സിന്റെയും ആക്ടിവിറ്റീസ് എന്താണെന്ന് അറിയാൻ പറ്റും. അവര് കുറയുകയാണോ, കൂടുകയാണോ? കോൾ റേറ്റേഴ്സ് കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? കോൾ റേറ്റേഴ്സ് കുറയുകയാണെന്നുണ്ടെങ്കിൽ 25,900ല് കോൾ റേറ്റേഴ്സ് കുറയുകയും പുട്ട് റേറ്റേഴ്സ് കൂടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ താഴോട്ട് വിടുന്നില്ല. മുകളിലോട്ട് കൊണ്ടുപോകാൻ സാധ്യത ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി അവിടെ കോൾ റേറ്റേഴ്സ് കൂടുകയും പുട്ട് റേറ്റേഴ്സ് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനർത്ഥം 25,900ല് ആഹ് 25,900ത്തിന് മുകളില് മാർക്കറ്റിനെ കോൾ റേറ്റേഴ്സ് വിടില്ല. താഴോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നാണ് അർത്ഥം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ടേക്കുന്നത്. പക്ഷെ നമുക്ക് ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇത് ഇന്നലത്തെ ചാർട്ടാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ നമ്മളിപ്പോ ഓരോ 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പഴും നമുക്ക് ചിലപ്പോ ഓർമ്മയുണ്ടാവില്ല. ഒരു 10 മിനിറ്റിന്റെ മുന്നേ ചാർട്ട് നോക്കിയപ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഈ ഫിഗേഴ്സ് ഒന്നും നമുക്ക് ഓർമ്മയിലുണ്ടാവത്തില്ല. പക്ഷെ നേരെ മറിച്ച് ഈ ഒരു ഷീറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസിംഗ് വരുന്നവരെയുള്ള ഡേറ്റ ഇതിനകത്ത് കിട്ടും. നമുക്ക് പിന്നീട് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്ത് പഠിക്കാനും പറ്റും. അടുത്ത് പോയി നോക്കിയാല് മനസ്സിലാകും. ഓക്കെ. മാർക്കറ്റ് വീണ്ടും സപ്ലൈ സോണിലോട്ട് ഡിമാൻഡ് സോണിലോട്ടാണ് വന്നിരിക്കുന്നത്. ബ്രേക്കൗട്ട് കിട്ടണം. ഇവിടുന്ന് റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ ഒരു സപ്ലൈ സോണിന് താഴോട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മുകളിലോട്ട് എൻട്രി നോക്കാം. പക്ഷെ ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് 25,900 എന്ന് പറയുന്നത് സ്ട്രോങ് റെസിസ്റ്റൻസ് തന്നെയാണ്. അപ്പം 25,900ത്തിന് മുകളിലോട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ചേഞ്ചസ് ഒന്നും നടക്കുന്നില്ല. മാർക്കറ്റ് ഇപ്പോഴും സ്ട്രോങ് ഒരു ഇതിൽ തന്നെയാണുള്ളത്. 25,900 റെസിസ്റ്റൻസ് തന്നെയാണുള്ളത്. ഇതിന് താഴോട്ട് ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ താഴോട്ടും പോവാം. പക്ഷെ അവിടെ നമുക്ക് 2 സോണ് കൃത്യമായിട്ട് 2 ഡിമാൻഡ് സോൺ ഉണ്ട് 1 മിനിറ്റിന്റെ. അപ്പം ഇവിടുന്ന് ചിലപ്പോ 2 ഡിമാൻഡ് സോണും ഉണ്ട്. നമുക്ക് പിവറ്റ് പോയിന്റ് 27,878ന്റെ പിവറ്റ് പോയിന്റും ഉണ്ട്. അപ്പം ഇത് 3ഉം ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാലേ മാർക്കറ്റ്
ഡൗൺ സൈഡിലോട്ട് പോകത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CPR വരേക്കും ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടുന്ന് കൃത്യമായിട്ട് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടണം. മുകളിലോട്ട് എൻട്രി എടുക്കുന്നവർക്ക് ഈ സോണ് പിഎസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഈ ഒരു സോണിൽ താഴോട്ട് വിക്ക് വന്നിട്ടാണ് പോകുന്നതെങ്കിൽ ആ സമയത്ത് എക്സിറ്റ് ചെയ്യുക. ഗോൾഡ് ആൻഡ് സിൽവർ വീഴട്ടെ. എക്സൽ ഷീറ്റ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോവാണെന്നുണ്ടെങ്കിൽ എക്സൽ ഷീറ്റ് ടെലഗ്രാം ചാനലിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. നിഫ്റ്റിയുടേതും ബാങ്ക് നിഫ്റ്റിയുടേതും ഫിൻ നിഫ്റ്റിയുടേതും 3ഉം അവിടെ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. ഈ ആദ്യത്തെ 1 മിനിറ്റ് ഡിമാൻഡ് സോണ് ഇനി നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ സിംഗിൾ ക്യാൻഡിലായിരുന്നു. 1 മിനിറ്റിന്റെ സിംഗിൾ ക്യാൻഡിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനകത്ത് ഏകദേശം 8 ക്യാൻഡിൽ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തതിൻ്റെ കാരണമെന്ന് നമ്മുടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ പ്രൈസ് ആക്ഷൻ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അറിയാവുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ ഇനി ഈ ഒരു ഡിമാൻഡ് സോൺ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. ഓക്കെ, ആദ്യത്തെ 1 മിനിറ്റിന്റെ ഫസ്റ്റ് ഡിമാൻഡ് സോൺ വന്നിട്ട് പിഎസ്ഡ് ആണ്. താഴോട്ട് പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 25,878 ആ ഒരു സപ്പോർട്ട് ലൈനും പിന്നെ നമുക്ക് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വന്ന സമയത്തുള്ള 1 മിനിറ്റിന്റെ ഡിമാൻഡ് സോണും ഉണ്ട്. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ CPR വരേക്കും പോവും. ഈ ഒരു ലെവലിലോട്ട് പോവും. ഇവിടെ ഓൾറെഡി 5 മിനിറ്റ് താഴോട്ട് ഒരു ബ്രേക്കൗട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കണം. 25,878 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25,878 ടെക്നിക്കൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് താഴോട്ട് എൻട്രി നോക്കാം. ഓൾറെഡി ഇതിപ്പം ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട്. ഈ 5 മിനിറ്റിന്റെ ക്ലോസിംഗ് നോക്കുക. ക്ലോസിംഗ് 25,878 മുകളിലാണ് വരുന്നതെങ്കിൽ എൻട്രി എടുക്കേണ്ട. താഴോട്ടാണ് ഇപ്പോൾ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. 25,878 മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് എൻട്രി എടുക്കാം. പക്ഷേ ടെക്നിക്കൽ സ്റ്റോപ്പ് ലോസ് ചെറിയ ഇതായിരിക്കും. 25,878 മുകളിൽ 5 മിനിറ്റിന്റെ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യുക. മുകളിൽ എക്സിറ്റ് ചെയ്യുക. പുട്ട് എടുക്കുന്നവർ 25,879 മുകളിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഇനി നമ്മൾ പ്രീവിയസ് ഹൈ ആണ് നോക്കുന്നതെങ്കിൽ വലിയ സ്റ്റോപ്പ് ലോസ് ആണ് വരിക. ഏകദേശം 25,908 മുകളിലാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പോൾ അതിനേക്കാളും റിസ്ക് കുറവെന്ന് പറയുന്നത് ഈ ഒരു ടെക്നിക്കൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. 25,878 മുകളിൽ 5 മിനിറ്റിന്റെ ക്ലോസിംഗ് വരികയാണെങ്കിൽ എക്സിറ്റ് ആവുക. അതുവരേക്കും താഴോട്ട് CPR വരേക്കും ഹോൾഡ് ചെയ്യാം. CPRൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഇത് വരുന്നത് CPR ബ്രേക്കൗട്ട് കിട്ടിയാലും 25,832 ആയിരിക്കും താഴോട്ടുള്ള എൻട്രി എന്ന് പറയുന്നത്, ടാർഗറ്റ് എന്ന് പറയുന്നത്.
മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റേഞ്ച് താഴോട്ട് ഈ ഒരു ലെവലാണ്. CPR കൂടെ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,832 ആയിരിക്കും അടുത്ത സപ്പോർട്ട് വരുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് സപ്പോർട്ട് 25,800 ആണ്. പക്ഷെ അവിടെ ഏകദേശം ഈക്വൽ ആയിട്ട് വരുന്നുണ്ട് പുട്ട് റൈറ്റേഴ്സും കോൾ റൈറ്റേഴ്സും 800 850ലും പുട്ട് റൈറ്റേഴ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പം അവിടെ CPRും വരുന്നുണ്ട്. ചെറിയൊരു സപ്പോർട്ട് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിൽ നമ്മൾ ഈ 2 സോണും ബ്രേക്കൗട്ട് ആയിട്ടുണ്ട്. ഈ 2 ഡിമാൻഡ് സോണും ബ്രേക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പം ആ ഡിമാൻഡ് സോൺ നമ്മൾ ഇനി ഉപയോഗിക്കുന്നില്ല. അടുത്ത് മാർക്കറ്റിൽ ഒരു റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് 25,878. 25,878 എന്ന് പറയുന്നത് നേരത്തെ എന്താണ് സപ്പോർട്ട് ആയിരുന്നതാണ് ഇല്ലേ? ഇവിടെ സപ്പോർട്ട് ആയിരുന്ന ഒരു സോണാണ്. അടുത്തത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഒരു ലെവലിലെത്തുമ്പോൾ 25,878 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ സ്മാർട്ട് മണി കൺസെപ്റ്റ് വെച്ച് ഫയർ വാല്യൂ ഗ്യാപ്പ് വെച്ച് ട്രേഡ് ചെയ്യുന്നവർക്കുള്ള സോൺ എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും. ഇവിടെയാണ് ഫയർ വാല്യൂ ഗ്യാപ്പ് ഉള്ളത്. ഏകദേശം 25,881നും 25,872നും ഇടയ്ക്കാണ് ഫയർ വാല്യൂ ഗ്യാപ്പ് 1 മിനിറ്റിൽ വരുന്നത്. മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ സമയമായോ? 34. പത്ത് മിനിറ്റ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ? പത്ത് മിനിറ്റ് കൂടെ ഉള്ളൂ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈവ് സ്ട്രീം തീരുന്നതിന് മുന്നേ ചാർട്ടിൽ പറഞ്ഞുതരാം. പുട്ട് ഹോൾഡ് ചെയ്യുന്നവർ ഈ ഒരു ലെവൽ 25,831ന് തൊട്ട് മുകളിലോ അവിടെയോ ടാർഗറ്റ് വെച്ചേക്കുക. എന്നാ മതി. രാവിലെ മെസ്സേജ് വന്നു. ദീപാവലിയുടെ ഇന്നും കൂടെ ആക്കി.
ഇനി ഒരു 6 മിനിറ്റ് കൂടെ ഉള്ളൂ മാർക്കറ്റ്. ഇനി എൻട്രി എടുക്കാൻ നിൽക്കേണ്ട ആരും. ഓക്കെ. അപ്പം ഇതില് നമ്മള് രാവിലെ ഫസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് പറഞ്ഞ സിപിആറിന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. എന്താ പറഞ്ഞത്? ഫസ്റ്റ് 5 മിനിറ്റിന്റെ ക്യാൻഡില് ഫസ്റ്റ് റെസിസ്റ്റൻസിന് താഴെയാണ് ക്ലോസിംഗ് വരുന്നതെങ്കില് നമ്മുടെ ടാർഗറ്റ് വരുന്നതെന്ന് പറയുന്നത് സിപിആർ ആണ്. ഫസ്റ്റ് ടാർഗറ്റ് സിപിആർ ആണ് വരുന്നത്. പക്ഷെ ഇടയ്ക്ക് നമുക്ക് ഫസ്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞ ലെവല് ഈ ഒരു പുതിയൊരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ലൈനാണ് 25,879 എന്നുള്ളത്. അവിടെ മാർക്കറ്റ് ലോവർ ടൈം ഫ്രെയിമിൽ സപ്പോർട്ട് എടുത്തു. അവിടെ നിന്നതിന് ശേഷമാണ് പിന്നെ അത് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് താഴോട്ട് നമുക്ക് സിപിആറിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോഴെപ്പോഴും ശ്രദ്ധിക്കുക, രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് റെസിസ്റ്റൻസിന് താഴെയാണ് 5 മിനിറ്റിന്റെ ക്ലോസിംഗ് വരുന്നതെങ്കിൽ ആ റെസിസ്റ്റൻസിന്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഹൈക്ക് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടോ സിപിആർ വരയ്ക്കും. നിങ്ങൾക്ക് ഇടയ്ക്ക് വേറെ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ സിപിആർ വരയ്ക്കും നിങ്ങൾക്ക് ടാർഗറ്റ് ഇട്ടിട്ട് ഇരിക്കാം. ഇനി ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ, മാർക്കറ്റ് താഴെയാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ മുകളിൽ ഇതിപ്പം ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് സിപിആർ അനുസരിച്ചുള്ള ഫസ്റ്റ് സപ്പോർട്ട് നമുക്ക് വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ ലൈനാണ്. ഇത് ക്യാമറയിലാണ്. ഇതിൽ ക്യാമറയിലെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ സിപിആർ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും പിവറ്റ് പോയിന്റ് മാത്രം നോക്കുക. പിവറ്റ് പോയിന്റിൽ വേറെ ക്യാമറയിലെയോ അതൊന്നുമല്ല, ട്രഡീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ താഴോട്ട് ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ഇതിന് മുകളിലാണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ 5 മിനിറ്റ് ഇതിന് മുകളിൽ ഒരു ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മുകളിലോട്ട് സിപിആർ വരയ്ക്കും എൻട്രി നോക്കാം. അപ്പം ഈ ഒരു സ്ട്രാറ്റജി എപ്പോഴും ഈ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ നമുക്ക് ആ ഒരു 10-15 മിനിറ്റ് മാർക്കറ്റ് നല്ല വോളറ്റാലിറ്റി ആയിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല മൂവ്മെന്റ് കിട്ടും. ചിലപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഈ സിപിആറിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം രാവിലെ ഈ കൈ ഉറയ്ക്കുന്നവരുണ്ടെങ്കിൽ, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് പറഞ്ഞാൽ ട്രേഡ് എടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 80% വിന്നിങ് ആയിട്ടുള്ളതാണ്. നമ്മുടെ സിപിആറിന്റെ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട് ഈ സ്ട്രാറ്റജി. നിങ്ങൾക്ക് അങ്ങനെ ഒരു എൻട്രി നോക്കാം. ഓക്കെ, 837 ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 832 നമ്മുടെ സപ്പോർട്ട് ലൈൻ വരുന്നത്. അപ്പോൾ മാർക്കറ്റ് നമുക്കിപ്പോൾ ഇത് ക്ലോസിംഗ് വരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇപ്പം ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് 25,830 800 സപ്പോർട്ടാണ്. മാർക്കറ്റ് ഇവിടെ വരുന്ന സമയത്ത്, S1 വരുന്ന സമയത്ത് ഇവിടുന്ന് മുകളിലോട്ട് എൻട്രി നോക്കാം. താഴോട്ട് ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. 5 മിനിറ്റിലൊക്കെ ഒരു കൺഫർമേഷൻ ബ്രേക്ക്ഔട്ട് ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എൻട്രി എടുക്കുക. തിരിച്ച് വരുന്ന സമയത്ത് കൂടുതൽ സമയം വച്ചിട്ടിരിക്കില്ല. നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ നമ്മൾ മറക്കും. ഈ സപ്പോർട്ട് പൊട്ടിയാലും അടുത്ത് വീണ്ടും പ്രൊജക്ഷൻ താഴോട്ട് വരും എന്ന് വിചാരിച്ചിട്ടിരിക്കും. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കില്ല. ഇപ്പം ഇവിടെ നിന്ന് തന്നെ മുകളിലോട്ട് എൻട്രി എടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ഇത് നമുക്ക് നേരത്തെ സപ്പോർട്ടായിരുന്ന 25,878 ഇവിടുന്ന് സപ്പോർട്ട് എടുക്കും. ഇവിടെ നമുക്ക് ഡിമാൻഡ് സോൺ ഉണ്ട്. മുകളിലോട്ട് എൻട്രി എടുത്തിട്ടുള്ളവർ ഈ റെഡ് ക്യാൻഡിൽ ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ, 5 മിനിറ്റിൽ റെഡ് ക്യാൻഡിൽ ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ എക്സിറ്റ് ആവണം. പക്ഷെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇല്ല, ഇനി അടുത്ത ക്യാൻഡിൽ തിരിച്ച് കയറുന്നെങ്കിൽ കയറിക്കോട്ടെ. പക്ഷെ നമ്മളവിടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ കൃത്യമായിട്ട് ടെക്നിക്കൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ ചെറിയ സ്റ്റോപ്പ് ലോസിൽ അവിടെ ഇറങ്ങാൻ നോക്കുക. വച്ചിട്ട് ഇരിക്കരുത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ടാർഗറ്റ് എത്തിയിട്ടുണ്ട് 25,878 താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ വരുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത സപ്പോർട്ടായിട്ടുള്ള 25,832 അവിടെ നിന്നാണ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് ഇപ്പം മുകളിലോട്ട് കയറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്ന പുതിയൊരു പിവറ്റാണ് വുഡി എന്ന് പറയുന്നത്.
അത് ഞാൻ ഏകദേശം കഴിഞ്ഞൊരു 8-9 മാസമായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് മറ്റ് പിവറ്റ് ലൈനുകൾ അപേക്ഷിച്ച് വളരെ നന്നായിട്ട് വർക്കാവുന്ന പിവറ്റ് പോയിന്റുകളാണ് വുഡിയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതിപ്പം നോക്കിക്കഴിഞ്ഞാല് സോറി. ഇവിടുന്ന് നമുക്കൊരു റിജക്ഷൻ വന്നു. അല്ലേ? ഈ ഒരു പിവറ്റ് പോയിന്റിന്റെ റിജക്ഷൻ ഇവിടുന്ന് വന്നു. അടുത്ത് വരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഇതിനിടയ്ക്ക് നമുക്ക് ക്യാമറലയുടെ ഉണ്ടായിരുന്നു. ഇല്ലേ? ഇവിടെ ക്യാമറല ഉണ്ടായിരുന്നു. പക്ഷേ ക്യാമറല ബ്രേക്കൗട്ട് കിട്ടി. സിപിആറും ബ്രേക്കൗട്ട് കിട്ടി. പക്ഷേ അടുത്ത് നമുക്ക് ഈ ഒരു ടാർഗറ്റിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വന്നു. 25,832 മാർക്കറ്റ് ഇറങ്ങി വന്നു. ഇവിടെ നമുക്ക് ഫസ്റ്റ് കുറേ റെസിസ്റ്റൻസ് കിട്ടിയെങ്കിലും സപ്പോർട്ട് കിട്ടിയെങ്കിലും ഈ ഒരു ലെവലിൽ നിന്ന് ക്യാമറലയിൽ നിന്ന് ചെറിയൊരു സപ്പോർട്ട് കിട്ടി. വുഡിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടി. അവിടെ സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് അവിടെ പോയിന്റ് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മാർക്കറ്റ് പിന്നെ നേരെ വന്നിരിക്കുന്നത് ഏറ്റവും താഴെ സിപിആറും ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ലെവലാണ്. അപ്പം ഈ ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇതിന്റെ നമുക്കിവിടെ പ്രീവിയസ് ലോ ഇല്ല. പ്രീവിയസ് ലോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് എൻട്രി നോക്കും. ഇവിടെ നിന്ന് മുകളിലോട്ട് എൻട്രി നോക്കും. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രീവിയസ് ലോ ഉണ്ടെങ്കിൽ പ്രീവിയസ് ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് താഴോട്ട് ക്ലോസിംഗ് വരുന്നിടത്തോട്ട് നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഫസ്റ്റ് ടാർഗറ്റ് വരുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് മാനേജ്മെന്റ് നോക്കുക. നിങ്ങളിപ്പം 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നുവെങ്കിൽ 30 പോയിന്റോ 25 പോയിന്റോ ടാർഗറ്റ് വയ്ക്കാം ഇൻഡെക്സിൽ. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത് വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒന്ന് സിപിആറും പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് പിവറ്റ് പോയിന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വുഡിയുടെയോ ക്യാമറലയുടെയോ ആയിട്ടുള്ള അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് വെറും ഒരു ക്യാൻഡലിന്റെ ക്ലോസിംഗ് ആണ്. 5 മിനിറ്റിന്റെ വെറും ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം 830 സപ്പോർട്ട് പൊട്ടിയെന്നാണ്. അപ്പോൾ അവിടെ വെച്ച് എക്സിറ്റ് ആവുക. നിങ്ങൾക്ക് ഇൻഡെക്സിൽ ചിലപ്പോൾ ഒരു 10 പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ പ്രീമിയത്തിൽ 2-3 പോയിന്റ് ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പൊ അത് ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാലും പിന്നെ വെച്ചിട്ടിരിക്കരുത്. ഇതിപ്പോ ഇവിടെ നിന്ന് എൻട്രി എടുത്തവർ ഇതിന്റെ ക്യാൻഡിൽ ക്ലോസിംഗ് നോക്കുക. താഴോട്ട് ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എക്സിറ്റ് ആവുക. ചില സമയങ്ങളിൽ മാത്രമേ മുകളിലോട്ട് തിരിച്ചു കയറിയിട്ടുള്ളൂ. ഒരു 90% താഴോട്ട് ക്ലോസിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ഔട്ട് ആയിരിക്കും. അപ്പൊ അവിടെ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കാൻ നിൽക്കല്. ആ സ്റ്റോപ്പ് ലോസ് ക്യാൻഡിൽ എവിടെയാണോ ക്ലോസ് വരുന്നത് അവിടെ വെച്ച് എക്സിറ്റ് ആവുക. എക്സിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ക്യാൻഡിലിന്റെ ടോപ്പ് വെച്ചിട്ട് ഇപ്പം താഴോട്ടാണ് ക്ലോസിംഗ് വരുന്നതെങ്കിൽ ഈ ക്യാൻഡിലിന്റെ ടോപ്പ് റെസിസ്റ്റൻസ് വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴോട്ട് ഓപ്പോസിറ്റ് എൻട്രി എടുക്കാം. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എങ്ങോട്ടാണോ ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് ആ സൈഡിലോട്ട് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എൻട്രി നോക്കാൻ പറ്റും. മാക്സിമം ഈ ഒരു പിവറ്റ് പോയിന്റ് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മാർക്കറ്റ് ക്ലോസ് ആയോ? ക്ലോസ് ആയില്ലേ? മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് എന്തായാലും മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കിത് ലൈവ് മാർക്കറ്റും ക്ലോസ് ലൈവല്ലോ നമ്മുടെ ലൈവ് സ്ട്രീമും ക്ലോസ് ചെയ്യാൻ സമയമായി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മറുപടി ചാർട്ടുകളോ അങ്ങനെ സ്റ്റോക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നിർത്തിയാലോ? അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ.